നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ബംഗാൾ കോളനിയിലെ അതിഥി തൊഴിലാളികളും നാട്ടുകാരും രണ്ട് തട്ടിൽ. അടിയന്തര യോഗം വിളിച്ച റൂറൽ ജില്ലാ പോലീസ് മേധാവി. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും നാട്ടുകാർ നിയമം കയ്യിലെടുക്കരുത് എന്നും റൂറൽ SP സുദർശൻ. പെരുമ്പാവൂർ ബായ് കോളനിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ പ്രത്യേക യോഗം ചേർന്നു. ASP ഓഫീസിന്റെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ജനകീയ സമിതി പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ചില സ്ഥലങ്ങളിലെ ലഹരി മാഫിയ പ്രവർത്തനങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഇന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളും പരിസരത്തുള്ള ആളുകളും പള്ളി കമ്മിറ്റി ആളുകളൊക്കെ ആയിട്ട് ഇന്ന് ഒരു മീറ്റിംഗ് വിളിച്ചതാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ലഹരി വ്യാപനത്തിലും വിപണനത്തിലും ഉപയോഗത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 2023 ഇരട്ടി കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ അതിൻ്റെ ഡബിൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹ്യൂജ് ക്വാണ്ടിറ്റി ഡ്രഗ്സ് സീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. പക്ഷേ എങ്കിലും ഈ പ്രദേശത്ത് 1 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളും അവർ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ പ്രദേശത്ത് നിരവധി പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഇന്ന് നടത്തിയ ഈ ചർച്ചയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാതി. അപ്പോൾ അത് സത്വരമായി പരിഹരിക്കുന്നതിനും അവിടെയുള്ള ഈ ലഹരി പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഈ ജനങ്ങളും പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സംയുക്തമായി ഒരു കമ്മിറ്റി ഫോം ചെയ്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അടുത്ത് തന്നെ എടുക്കുന്നതായിരിക്കും. വെങ്ങോല, വാഴക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന കണ്ടന്തറ ബംഗാൾ കോളനിയിൽ അനധികൃത മയക്കുമരുന്ന് വിൽപ്പനയും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയും നടക്കുന്നതായി വ്യാപകമായ പരാതിയുണ്ട്. ഇതേ തുടർന്ന് ഈ പ്രദേശത്ത് സാധാരണ ജീവിതം ദുസ്സഹമായ അവസ്ഥയിൽ നാട്ടുകാർ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. ഈ സംഭവങ്ങൾ പോലീസ് കേസായ സാഹചര്യത്തിലാണ് റൂറൽ SPയുടെ ഇടപെടൽ. എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് രൂക്ഷ വിമർശനം നടത്തി. ഈ പ്രദേശത്ത് പോലീസിന്റെ നടപടികൾ ശക്തമാക്കണമെന്നും നാട്ടുകാർ നിയമം കയ്യിലെടുക്കരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇവിടെ സതുദ്ദേശത്തോടെയാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി ജനങ്ങള് ചെറിയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു അക്രമത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണവശാലും പാടുള്ളതല്ല. നിയമം ആരും കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ സ്വമേധയാ നിയമം നടപ്പാക്കാനുള്ള ഒരു പ്രവൃത്തിയും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് പോലീസിൻ്റെ അഭ്യർത്ഥന. അത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന് കർശനമായിട്ടുള്ള നടപടികളും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു വലിയ വിപത്തിനെ പരിപൂർണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെയും പത്രക്കാരുടെയും എല്ലാ ആളുകളുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിന് സത്വര നടപടികൾ കൈക്കൊള്ളുന്നതിനായിട്ടുള്ള ചർച്ചകളും അതിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻസും എല്ലാം ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. അതിലെ പോലീസ് യാതൊരു വീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നതായിരിക്കും. പെരുമ്പാവൂർ ASP ഹാർദിക് മീണ, ഇൻസ്പെക്ടർ ജിൻസൺ ഡൊമിനിക്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S ബിനു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.